വാട്സപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു ഇതിൻ്റെ ബോക്സ്. ഇന്ന് നമ്മുടെ കയ്യിലില്ലെന്ന് വെച്ചാൽ RTR 310 ആണ്. ഞാൻ കുറച്ച് സമയം വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. മാരക പവർ ചെയ്യുന്നുണ്ട്. ലോറ ആർപ്പത്തിൽ തന്നെ പവർ പോകുന്നുണ്ട്. പിന്നെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തമൊരു പുതിയൊരു വണ്ടിയാണ്. മൊത്തത്തിലൊരു പുതിയ വണ്ടിയാണ്. RR 310 കണ്ടിട്ടില്ലേ, അതേ എൻജിനായിരുന്നു. പക്ഷേ ട്യൂണിങ് മാത്രം വ്യത്യാസമുണ്ട്. കുറച്ച് 311cc അതിലെ ആ എൻജിൻ തന്നെയായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഫുൾ LED സെറ്റപ്പായിരുന്നു. പിന്നെ ഇവിടെ രണ്ടിടത്തായിട്ട് DRL വരുന്നുണ്ട്. 2 LED ആയിരുന്നു. ഹെഡ്ലൈറ്റ് ഫുള്ളി LED സെറ്റപ്പായിരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ USD ഫോക്സ് വരുന്നുണ്ട്. ഗോൾഡൻ കളർ USD ഫോക്സ് വരുന്നുണ്ട്. പിന്നെ LED എല്ലാം ഇൻഡിക്കേറ്റർ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, RTR 310 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഗ് വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്ന ബ്രേക്ക് എന്ന് വെച്ചാൽ 2 ഡിസ്ക് ബ്രേക്സ് ആയിരുന്നു. മുമ്പിൽ 320mm ആയിരുന്നു. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ടാങ്കായിരുന്നു. പിന്നെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടുള്ള സീറ്റാണ്. 2 സ്പ്ലിറ്റ് സീറ്റായിരുന്നു. RR 310 കണ്ടിരുന്ന അതേ സീറ്റാണ്. പിന്നെ ടൈൽ സെക്ഷനിലേക്ക് പോയാൽ ഫുൾ LED ആയിരുന്നു. പിന്നെ അതേപോലെ ബാക്കത്തെ ഇൻഡിക്കേറ്റർ ഇടുകയായിരുന്നു. നമ്പർ പ്ലേറ്റ് താഴെയായിരുന്നു ഹോൾഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതുവരെ ഒരു മാറ്റം വരാത്ത എക്സോസ്റ്റ് ഉണ്ട്. എല്ലാ 310cc ഈ എൻജിൻ വരുന്ന എല്ലാ വണ്ടിക്കും ഇതേ എക്സോസ്റ്റാണ്. എക്സോസ്റ്റിനോടെല്ലാം ചെറിയ മൈന്യൂട്ട് വ്യത്യാസമുണ്ട്. പിന്നെ അലൂമിനിയം ഫ്രെയിം ആയിരുന്നു ബാക്കിൽ. പിന്നെ സ്പ്ലിറ്റ് ചേസ് ആയിരുന്നു. പിന്നെ ബാക്കിൽ വരുന്നതെന്ന് വെച്ചാൽ മോണോ ഷോക്കാണ്. അത് അഡ്ജസ്റ്റബിൾ. പിന്നെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആയിരുന്നു. DOHC എൻജിനായിരുന്നു. പിന്നെ വണ്ടീൻ്റെ മീറ്ററിലേക്ക് പോയ TFT സ്ക്രീൻ ആയിരുന്നു. ഫുള്ളി TFT സ്ക്രീനായിരുന്നു. പിന്നെ ത്രോട്ടൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബൈ വയർ ആയിരുന്നു, കേബിളല്ല. നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ട് സംസാരിക്കാം. പിന്നെ ഇതിൻ്റെ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെക്കൊണ്ട് വിസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല മിററാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള മിററാണ്. പിന്നെ സ്വിച്ച് ഹാൻഡ് ബാറിലെ സ്വിച്ചസിലേക്ക് പോയാൽ ഒരു കിൽ സ്വിച്ച് എൻഡിങ് സ്വിച്ചെല്ലാം ഒന്നിച്ചായിരുന്നു. പിന്നെ ഇപ്പുറം വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ സെലക്ട് ചെയ്യേണ്ട സ്വിച്ചെല്ലാം. പിന്നെ ഇതിന് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അതിൻ്റെ സ്വിച്ചായത്. പിന്നെ കോഷൻ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസാണ് ഇത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും ഇവിടെ നല്ല ഉണ്ട് സ്വിച്ചും. വണ്ടി ഓടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നല്ല ത്രോട്ടറിൻ്റെ റെസ്പോൺസൊന്നും കുഴപ്പമില്ല. ലിവേഴ്സ് എല്ലാം അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ലിവേഴ്സ് 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. ലിവേഴ്സ് ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ വണ്ടി ഓടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 2 വട്ടം പവർ വീൽ അടിച്ചിന്. നല്ല ത്രോട്ടലിൻ്റെ റെസ്പോൺസ് കൊണ്ട് പിടിച്ചേരാൻ കിട്ടിയില്ല. പെട്ടെന്ന് പിടിച്ചേരാൻ കിട്ടിയില്ല. ഓരോട്ടം അങ്ങനെ പവർ വീൽ അടിച്ചിന്. ബിൽഡ് ക്വാളിറ്റിനെ പറ്റി ചോദിച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലും തന്നെയാണ്.
പിന്നെ ഈ ഒരു വീഡിയോ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വെച്ച് കണ്ടാൽ മതി. ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇടയിട്ട് കണ്ടാൽ മതി. അപ്പോൾ പുതിയൊരു വണ്ടി വേണ്ടി പുതിയൊരു വീഡിയോ കാണാം.